ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ അൺസ്റ്റിച്ച്ഡ് ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ. പിഞ്ചിങ് ഒക്കെ ആകുമ്പോഴേക്കും ഒരുപാട് ഫംഗ്ഷൻസ് വരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സാരീസ് അണ്ണി ചുരിദാറിനെല്ലാം നല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു സമയമാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഇതാണ് ജോർജറ്റ് ബനാറസിയിൽ വരുന്നതാണ് കേട്ടോ. നല്ലൊരു ഡബിൾ ഷെയ്ഡിലേക്കാണ് ഇത് വരുന്നത്. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ്. നല്ലൊരു പീച്ച് ആൻഡ് ഒരു ഗോൾഡൻ കളർ രണ്ടും കൂടെ ഒന്ന് ബ്ലെൻഡ് ആവുന്ന നല്ല ഡബിൾ ഷെയ്ഡായിട്ടാണ് അത് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓൾ ഓവർ ഇതാ ഇതുപോലെ ബോഡിയിലേക്ക് ബൂട്ടാ വീവിങ് പോകുന്നുണ്ട്. ജോർജറ്റ് ബനാറസി ആയതുകൊണ്ട് തന്നെ നല്ല ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് നമ്മുടെ ബോഡിയോട് ചേർന്ന ഷേപ്പിന് തന്നെ കിടന്നോളും. ഇതുപോലെ കംപ്ലീറ്റ് ഇതുപോലെ ബോഡിയിലേക്ക് ആ ഒരു ബനാറസി ബൂട്ടാ വരുന്നുണ്ട്. അതുപോലെ തന്നെ ദാമനിലേക്കാണ് അതിന്റെ ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നതുണ്ട്. ഒരു ആന്റി ഗാർഡൻ ജെറിയിൽ വരുന്ന എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ സ്വീക്വൻസസും നല്ല ഹെവി ആയിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്കാലപ്പോട് കൂടിയിട്ടാണ് അത് ഫിനിഷ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ലപോലെ ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. ബാക്ക് സൈഡിലേക്ക് ആ ഒരു വർക്ക് വരുന്നില്ല. ആ ഒരു ബൂട്ടാ വീവിങ് ഓൾ ഓവർ ബാക്ക് സൈഡിലേക്കും പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുമാണ്. 2.5 മീറ്റർ ഫാബ്രിക് വരുന്നുണ്ട്. ടോപ്പിന് നമുക്ക് ഷോൾ വരുന്നത് ഇങ്ങനെയാണ്. ഷോൾ സെയിം മെറ്റീരിയലേക്ക് തന്നെയാണ്. വൺ സൈഡ് ആ ഒരു ജെറിയുടെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വിത്ത് സ്കാലപ്പോട് കൂടിയിട്ട് വരുന്നു. വൺ സൈഡ് അല്ല, രണ്ട് സൈഡിലേക്കും വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഡബിൾ സൈഡ് ബോർഡർ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ബൂട്ടാ വീവിങ് ഷോളിന്റെ ബോഡിയിലേക്കും വരുന്നുണ്ട്. ഇതിൽ ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇതാണ് ലൈനിങ് വരുന്നത് സാൻഡൂൺ ഫാബ്രിക്കിലേക്ക്. ഇതാണ് ബോട്ടം വരുന്നത് സാൻഡൂൺ ഫാബ്രിക്കിലേക്ക്. ഇതിനകത്ത് ആ ഒരു ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഉള്ളിൽ വെച്ചേക്കാണ് കേട്ടോ. ക്രേപ്പ് ലൈനിങ്ങും വരുന്നുണ്ട്, സാൻഡൂൺ ബോട്ടവും വരുന്നുണ്ട്. ഷോളിന്റെ ലെങ്ത് വരുന്നത് 2.4 ആണ്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1525 ആണ്. നമുക്ക് ഷെയ്ഡുകൾ നോക്കാം. നെക്സ്റ്റ് വരുന്നൊരു പിസ്ത ഗ്രീൻ കളർ ഷെയ്ഡാണ്. എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡബിൾ ഷെയ്ഡാണ്. എല്ലാത്തിലേക്ക് ഒരു ഗോൾഡൻ കളർ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി കൂട്ടുന്നത്. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു ബൂട്ടാ വീവിങ് പോകുന്നു. എൻഡിലേക്ക് ദാമനിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് ബൂട്ടാ വീവിങ് മാത്രമേ വരുന്നുള്ളൂ. ഇതുപോലെ ഷോൾ രണ്ട് സൈഡിലേക്കും നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വിത്ത് ആ ഒരു ബൂട്ടാ വർക്കും വരുന്നുണ്ട്. ഇതിലേക്കും ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ക്രേപ്പ് ലൈനിങ് വരുന്നുണ്ട്. സാൻഡൂൺ ബോട്ടും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അടുത്ത നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ കളർ ഷെയ്ഡിലേക്കാണ് കേട്ടോ. സെയിം തന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്നു. ദാമനിലേക്ക് ഹെവി ആയിട്ടുള്ള ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതുപോലെ ബാക്ക് സൈഡിലേക്കും ബൂട്ടാ വീവിങ് പോകുന്നുണ്ട്. ഷോൾ വരുന്ന രണ്ട് സൈഡിലേക്കും ബോർഡറുമായിട്ട് ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അടുത്ത് നോക്കാം. നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വരുന്ന നല്ലൊരു ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതിലേക്ക് മെയിൻ ആയിട്ട് ഇതുപോലെ ഒരു സ്റ്റോൺ വർക്ക് ആണ് ആഡ് ചെയ്തിരുന്നത്. യോക്കിലേക്ക് അത്യാവശ്യം ഹെവി ആയിട്ടും ബോഡിയിലേക്ക് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് അതിന്റെ എടുത്ത് പറയേണ്ടത്. നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡ് എല്ലാ ടൂണുകാർക്കൊക്കെ മാച്ചായി പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. മെറ്റീരിയൽ നമുക്ക് അത്യാവശ്യം ഷാമ്പു വാഷ് ചെയ്തെടുക്കാവുന്ന, വീട്ടിൽ തന്നെ വാഷ് ചെയ്തെടുക്കാവുന്ന മെറ്റീരിയലാണ്. വളരെ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ. ഒതുങ്ങി കിടന്നോളും. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇതുപോലെ ഇതിന്റെ ഷോളാണ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് വരുന്നത്. പ്രിന്റഡ് ആയിട്ടുള്ള ഷോള് മെറ്റീരിയൽ ആ ഒരു മെറ്റീരിയൽ സെയിം തന്നെ. അതിനകത്ത് ഇതുപോലെ ഹാൻഡ് വർക്ക് ആ ഒരു സ്റ്റോൺ വർക്ക് തന്നെ ഒരു സ്കാലപ്പ് ഫിനിഷിങ്ങോട് കൂടിയിട്ട് ആ ഒരു സ്റ്റോൺ വർക്കാണ് രണ്ട് സൈഡിലേക്കും കൊടുക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഷോളിന്റെ ആണെങ്കിലും ആ മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആണ്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഷോളിനും വരുന്നുണ്ട്. ഫുൾ ആ ഒരു സ്കാലപ്പ് നാല് സൈഡിലേക്കും ആ ഒരു സ്കാലപ്പ് വിത്ത് ആ ഒരു സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കേട്ടോ വരുന്നത്. പ്രൈസ് എല്ലാം സ്ക്രീനിൽ തന്നെ ഉണ്ടാവുക. ബോട്ടം വരുന്നതും സെയിം ടോണിലേക്ക് തന്നെ സാൻഡൂണാണ് ഫാബ്രിക് വരുന്നത്. അടുത്ത നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് എന്ന് വെച്ചാൽ ഡാർക്ക് ഒരു ഒലിവ് ഗ്രീൻ അല്ല, ഒരു ഡാർക്കിലേക്ക് വരുന്ന കളർ ഷെയ്ഡ് അല്ല, നല്ല തെളിഞ്ഞ കളർ തന്നെയാണ്. സ്റ്റോൺ വർക്ക് ഇതുപോലെ യോക്കിലേക്ക് ഹെവി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടും ഫ്രണ്ട് പോർഷൻ ആ ഒരു സ്റ്റോൺ വർക്ക് സ്കാറ്റേഡ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടവും വരുന്നുണ്ട്. ഷോൾ വരുന്നത് ഇതുപോലെ. ഷോളിലേക്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നാല് സൈഡിലേക്കും ആ ഒരു സ്റ്റോൺ വർക്ക് ആണെന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു മൾട്ടി കളർ കോമ്പിനേഷനിലേക്ക് തന്നെ ആ ഒരു പ്രിന്റുകളും പോകുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സെറ്റ് വരുന്ന ഒരു ഷിമ്മർ വിചിത്ര ഫാബ്രിക് ആണ് കേട്ടോ. അതിലേക്ക് നെക്ക് ലൈനിലേക്ക് ഇതുപോലെ തിക്കായിട്ടും ഹെവി ആയിട്ടും വരുന്ന ഹാൻഡ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടും ഹെവി ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെ നല്ലൊരു ഡാർക്ക് പേർപ്പിൾ കളർ ഷെയ്ഡിലേക്കാണ് അത് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സാൻഡൂൺ ഫാബ്രിക്കിലേക്കാണ് കേട്ടോ. ഷോൾ വരുന്നതാണ് സെയിം മെറ്റീരിയലിലേക്ക് തന്നെയാണ് ഷോൾ വരുന്നത്. അതിലേക്ക് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു ഹാൻഡ് വർക്ക് തന്നെയാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ഷോൾ ഇങ്ങനെ വരുന്നുണ്ട്. 1525 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് നോക്കാം. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡ്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. നല്ല സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടന്നോളും. ഹെവി ആയിട്ട് നെക്കിലേക്ക് ആ ഒരു നെക്ക് ലൈനിലേക്ക് ആ ഒരു ഹാൻഡ് എംബ്രോയിഡറി പോകുന്നുണ്ട്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഷോളിലേക്ക് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ടാണ് ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ വൈസ് നമുക്ക് വീട്ടിൽ തന്നെ വാഷ് ചെയ്യാൻ പറ്റുന്ന
മെറ്റീരിയലാണ്. നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. പ്രൈസ് ഇതിന്റെ സെയിം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പാർട്ടി വെയർ ആയിട്ടുള്ള മെറ്റീരിയലിന്റെ കളക്ഷൻസ് അവൈലബിൾ. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. താങ്ക്